ലോക കിരീടം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവസരം കിട്ടിയ ഒരു പഴയ ഫുട്ബോൾ താരമുണ്ട് കേട്ടോ മലപ്പുറത്ത്. 70കളിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്ന അരീക്കോട്ടെ ഉസ്മാന് ഭാഗ്യം ലഭിച്ചത് 30 വർഷം മുൻപ് സൗദി അറേബ്യയിൽ വച്ചിട്ടാണ്. ലോകകപ്പ് കയ്യിലെടുക്കാൻ പറ്റിയെങ്കിലും ഫുട്ബോൾ ഭ്രാന്ത് കാരണം ജോലി നഷ്ടമായി വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നയാളാണ് ഉസ്മാൻ. രാത്രി ഏത് സമയമായാലും ലോകകപ്പ് മത്സരം കാണാൻ 81ാം വയസ്സിലും ഉസ്മാൻ അരീക്കോട്ടെ വീട്ടിൽ ടിവിക്ക് മുന്നിലുണ്ടാകും. ലോകകപ്പ് വിജയികൾക്കുള്ള സുവർണ കപ്പ് തൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും മറക്കാനാകില്ല ഇന്നും ഉസ്മാന്. അവരെ ഏറ്റ് അവിടുന്ന് എത്തിക്കുക എന്നില്ല. അപ്പം ആ അറബിയാണ്. അപ്പം ആ ചാൻസിൽ ഇവർ അറബി പറഞ്ഞ് ഒരു 15,000 റുപ്യ അന്നത്തെ കൊടുത്താൽ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാൻ അറിയാണ്ട് ഇത് കൊടുത്ത്. അപ്പം ഞാൻ അതിൻ്റെ വളണ്ടറായിട്ട് ഇന്ന ആളെ അതിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ഒരു ഫോട്ടോ എടുപ്പിച്ചു. ഞങ്ങൾ അതിൽ പെട്ടതാണല്ലോ, അറബിൻ്റെ ജോലിക്കാരനല്ലേ ഞാൻ. മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ലഹരിക്കൊപ്പം 1970 മുതൽ ഉസ്മാൻ കളം നിറഞ്ഞ് കളിക്കുന്നതിനിടെ 1997 ജോലിക്കായി റിയാദിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെത്തിയത്. അപ്പോഴാണ് 1998 ലോകകപ്പ് പ്രചാരണത്തിന്റെ മുന്നോടിയായി അന്നത്തെ ചാമ്പ്യന്മാരായ ബ്രസീൽ ടീം കപ്പുമായി റിയാദിൽ എത്തുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. ഒപ്പം അവരുടെ പ്രദർശന മത്സരവും. തൻ്റെ ഇഷ്ടതാരങ്ങളായ റൊണാൾഡോ, റൊമാരിയോ, റോബർട്ടോ കാർലോസ് തുടങ്ങിയവരെല്ലാം പ്രദർശന മത്സരത്തിനുണ്ട്. മറ്റൊന്നും ഓർത്തില്ല, കളി കാണണം, കപ്പ് കാണണം. ഒരു ദിവസത്തെ ലീവ് ചോദിച്ചു, മുതലാളി അനുവദിച്ചില്ല. ജോലിയും കാശും പിന്നെയും കിട്ടും, ഈ അപൂർവ ദിനം ഇനിയില്ല. ഉസ്മാൻ നേരെ പോയി കളി കാണാൻ കിങ് ഫഹദ് സ്റ്റേഡിയത്തിലേക്ക്. നേരിൽ കാണുമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സുവർണ കപ്പ് കൺമുന്നിലെത്തിയതിന്റെ അത്ഭുതം ഇപ്പോഴുമുണ്ട് ഉസ്മാന്റെ വാക്കുകൾക്ക്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ലോകകപ്പ് കിരീടം നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്. കളി കാരണം ജോലി നഷ്ടപ്പെട്ടതിന്റെ വിഷമം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്ന് ഉസ്മാൻ ഇപ്പോഴും പറയും. ഇല്ല, ഒരു വിഷമമില്ല. അത് പണം ഇനി ഉണ്ടാക്കാൻ കളി ഉണ്ടാക്കാൻ കഴിയില്ല. ഗോൾ കീപ്പർ മാത്രമായിട്ടല്ല, സെവൻസിലെ മറ്റെല്ലാ പൊസിഷനിലും കളിച്ചിട്ടുണ്ട് ഉസ്മാൻ. കോഴിക്കോട് നടന്ന നാഗ്ജി ടൂർണമെന്റിൽ മദ്രാസിനെതിരെ മലപ്പുറത്തിന് വേണ്ടിയും മാവൂർ ഗോളിയോർ റയോൺസ്, കേരള സോപ്സ്, മലപ്പുറം യൂത്ത്സ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഉസ്മാൻ ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 81ാം വയസ്സിലും ഫുട്ബോൾ ഭ്രാന്തിന് അരീക്കോട്ടത്തെ ഈ താരത്തിന് ഒട്ടും കുറവില്ല. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.